ക്ഷമിപ്പിൻ കർത്താവോട്, മണികളെയും തൻ കോപത്തിൻ മണികളെയും മായ്ച്ചിടാം. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ അച്ഛന്മാർ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, അനുഗ്രഹമായ ഓശാന പെരുന്നാളിലേക്ക് അടുത്തു വന്നിരിക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ അത് നമ്മൾ ആഘോഷമായി തന്നെ നടത്തുന്നു. 2000 വർഷം മുമ്പേ യെരൂശലേമിൽ ആഘോഷിതമായി യെരൂശലേമിലേക്കുള്ള പ്രവേശനം, കർത്താവിൻ്റെ പ്രവേശനം ക്രൂശാരോഹണത്തിലേക്കാണ് ചെന്നെത്തുന്നത്, പിന്നെ ഉയർപ്പിലേക്ക്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവ് ആ എഴുന്നള്ളത്തിനായിട്ട് പുറപ്പെട്ടത്. അന്നത്തെ ആ പരിസ്ഥിതി കണക്കാക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അവിടെ BC 63 റോമാ ചക്രവർത്തിയായ പോംപെ ഗ്രീസിനെ ആക്രമിച്ച കൂട്ടത്തിൽ ഇസ്രായേലും അവരുടെ അധീനതയിലായി. സ്വാഭാവികമായി ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. സ്വാതന്ത്ര്യത്തിന് പല വ്യാഖ്യാനമുണ്ടെങ്കിലും യഥാർത്ഥ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരവസ്ഥ. നമുക്കോരോരുത്തർക്കും സ്വാതന്ത്ര്യത്തിന് പല വ്യാഖ്യാനമുണ്ടാവും. നമുക്കിഷ്ടം പോലെ പറയുക, ഇഷ്ടം പോലെ പ്രവർത്തിക്കുക എന്നൊക്കെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വേറൊരാളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നത്, നശിപ്പിക്കുന്നത് സ്വാതന്ത്ര്യമല്ല. അതിന് ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. അപ്പം അത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും. അപ്പം യഹൂദന്മാർക്ക് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് വിടുതൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. മാത്രമല്ല, മാലാഖിയുടെ പ്രവചനത്തിന് ശേഷം, വേദപുസ്തകം വായിക്കുമ്പോൾ മാലാഖിയുടെ പ്രവചനം നിങ്ങൾക്കറിയാം. 300 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രവചന ശബ്ദം കേട്ടിട്ട്. അപ്പോൾ യഹൂദന്മാർ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന സംഗതികളാണ് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പ്രവാചകന്മാർ നടത്തിപ്പും അവരുടെ പഠിപ്പിക്കലുകളും അവരുടെ ശബ്ദവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടിമുഴങ്ങുന്നത് പോലെയുള്ള ശബ്ദം യെരൂശലേമിൻ്റെ തെരുവുകളിൽ കൂടി മുഴങ്ങാൻ കേട്ടത് യോഹന്നാൻ സ്നാപകൻ്റെ. അവരാവേശത്തോടെയാണ് യോഹന്നാനെ കൈക്കൊണ്ടത്. എല്ലാവരും അത് ചോദിക്കും, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവരൊരു പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്നു. ക്രിസ്തുവിന് മുമ്പേ ഏലിയ പ്രത്യക്ഷപ്പെടുമെന്ന പോലെ യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അവർ ധരിച്ചു വച്ചിരുന്നത്. അത് സത്യമാണ്. അതിൻ്റെ പിന്നാലെ കർത്താവ് മിശിഹ വരികയായിരുന്നു. മിശിഹായുടെ വരവിൽ അവർ പഠിപ്പിച്ചു, ചില പ്രവാചകന്മാർ പഠിപ്പിച്ചത് സമൃദ്ധമായ അപ്പവും സമൃദ്ധമായി വീഞ്ഞും ഒഴുകുമെന്നാണ്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്, അവനെ രാജാവാക്കുവാനായിട്ട് അവർ ഉത്സാഹിച്ചു. അത് കഴിഞ്ഞിട്ട് കാനാല കല്യാണത്തിന് സമൃദ്ധമായ വീഞ്ഞിൻ്റെ ഒഴുക്കായി. അപ്പം ഇതെല്ലാം വീഞ്ഞും അപ്പവും മിശിഹായുടെ വരവിൽ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. മാത്രമല്ല, പിന്നെ നടന്ന പലതും അവരുടെ ചിന്തകൾക്കും അറിവിനും പഠിപ്പിനും അപ്പുറമായിരുന്നു. കണ്ണ് കാണാത്തവന് കണ്ണ് കിട്ടുന്നു, കുരുടിന് കാഴ്ച കിട്ടുന്നു, കേൾക്കാത്തവന് കേൾക്കുന്നു. അതിനേക്കാൾ ഉപരി മരിച്ച് 4 ദിവസം കഴിഞ്ഞവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതിൽ അപ്പുറം മിശിഹായെക്കുറിച്ച് ഒരു ചിന്ത അവരുടെ മനസ്സിലില്ല. അപ്പം തീർച്ചയായും
അത് മിശിഹ തന്നെയെന്ന് വിശ്വസിച്ചു. 6 ദിവസത്തിന് ശേഷമാണ് പെസഹ വരുന്നത്. അവൻ പെസഹായ്ക്ക് മുമ്പേ ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാരും വന്നിരുന്നു. അവരും ഇവനെക്കുറിച്ച് കേട്ടിരുന്നു, മിശിഹായെക്കുറിച്ച്. എല്ലാവരും കൂടെ അതിലേക്ക് ഒഴുകി വരികയാണ്. ഒരു വലിയ പെരുവെള്ളപ്പാച്ചിൽ പോലെ ആ സൈത്തിൻ്റെ പർവ്വതത്തിൽ നിന്ന് ജനങ്ങൾ ഓശാനയുടെ കൊമ്പുമായി പോവുകയാണ്. കഴുതയുടെ പുറത്താണ് വന്നത് എന്നൊരു കുറവ്. കുതിരപ്പുറത്താണോ ജയാളിയായിട്ട് ഭരിക്കേണ്ടവൻ വരേണ്ടത്. അതൊഴിച്ച് ബാക്കിയെല്ലാം അവരുടെ പ്രതീക്ഷയ്ക്ക് അനുകൂലമായിരുന്നു. അവരെ കർത്താവിനെ രാജാവായി പ്രഖ്യാപിക്കുവാനുള്ള സർവ സന്നാഹങ്ങളും കൂട്ടി. പക്ഷെ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു വലിയ സംഗതി, 2 കാര്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരെ ബന്ധപ്പെടുത്തിയില്ല. ഒന്ന്, കർത്താവ് ബന്ധപ്പെടുത്താഞ്ഞത് സെഹിയോൻമാളിയിൽ വെച്ചുള്ള അന്ത്യ-അത്താഴം. 2, കർത്താവിൻ്റെ ഊശാന പെരുന്നാൾ ശിഷ്യന്മാരോട് പറഞ്ഞോളൂ ഇന്നോലൊക്കെ പോയി ചെയ്തേക്കാൻ. പക്ഷേ അവരെ കൊണ്ട് ചെയ്യിച്ചില്ല. അവരെ കൊണ്ട് ചെയ്യിച്ചിരുന്നെങ്കിൽ കഴുതയ്ക്ക് പകരം കുതിരയെ കൊണ്ട് യൂദയൊക്കെ കെട്ടിവെച്ചു. എന്നിട്ട് പറഞ്ഞു ഇതേ കയറി ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ കഴുതയെ കണ്ടെടുത്തിട്ട് അവിടെ പോയി അതിനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. അതുതന്നെയാണ് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നവൻ പറഞ്ഞ അടയാളം പറഞ്ഞു കൊടുത്തത് കണ്ടില്ലേ? ആ ഒരു കർത്താവിൻ്റെ കൈകൾ കൊണ്ട് തന്നെയാണ് അക്രമീകരണം. അല്ലെങ്കിൽ തൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി തീരും. അവിടെ ഒരു പരീക്ഷണമായിരുന്നു. ഇത്രയും പെരുത്ത ജനത്തെ കാണുമ്പോൾ സ്വാഭാവികമായി ലോകപരമായി ചിന്തിക്കുന്നവർ അതിലേക്ക് തിരിയും. കർത്താവിൻ്റെ മനസ്സ് അതിലേക്കല്ല തിരിഞ്ഞത്. തൻ്റെ വരവ് ഇഹലോകവാസത്തിലെ രാജകീയ സ്ഥാനമല്ല എന്ന് അറിവുള്ളത് കൊണ്ട് കർത്താവ് അവിടെ തൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രകാരം കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. യൂദയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷമകരമായ കാര്യമായിരുന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് നമ്മളൊക്കെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തും. ഇടത്തും വലതും 3 വർഷം നടന്നിട്ടും ഇടത്തും വലതും ഇരിക്കാമെന്ന് ആരാന്ന് ചോദിച്ചു, ആരാണ് വലിയവനെന്ന് ചോദിച്ചു എന്നൊക്കെ ഞാനും നിങ്ങളും കുറ്റം പറയും. അത് പറയാൻ നമ്മൾ മിടുക്കരില്ലേ? അവരുടെ അന്നത്തെ വിശ്വാസം എങ്ങനെയായിരുന്നു? മിശിഹ വന്നാൽ അപ്പം പ്രധാനമന്ത്രി സ്ഥാനവും കർത്താവ് പ്രസിഡൻ്റാണെങ്കിൽ കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കും ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രി സ്ഥാനവും ഒക്കെ കിട്ടും എന്ന് വിചാരിച്ചാണ് അവരിരുന്നത്. പക്ഷേ അത് കിട്ടിയില്ല. യൂദയ്ക്കാണ് ഏറ്റവും വലിയ സങ്കടം വന്നത്. 10 കാശ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 10 പുത്തനുണ്ടാക്കാനൊക്കെ ഇതില്ല. പിന്നെ ഇതിനെ കൊണ്ട് എത്തത്തിന് കൊള്ളാം, പിന്നെ എന്നാ ചെയ്യേണ്ടത്? വിറ്റേക്കുക. കിട്ടുന്ന കാശിങ്ങ് പോന്നോളും. 30 വെള്ളിക്കാശ് വാങ്ങിച്ചാൽ ഗുരുവിനെ നിന്ദിച്ചവനാണ്. അത് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. അത് ഇതിപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് പറയുമ്പോൾ ഉയർപ്പിനും പെന്തക്കോസ്തിക്കും ശേഷം അവരങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഉയർപ്പിൻ്റെയും പെന്തക്കോസ്തിയുടെയും മക്കളാണ്. നമ്മളായിരുന്നെങ്കിൽ എന്താ ചെയ്യുക നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഇങ്ങനൊരു സുപ്രധാന അവസരം കിട്ടി. ഇത്രയും പെരുത്ത് ജനം കൂട്ടം കൂടി ഹല്ലേലൂയ പറയുമ്പോൾ ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും. നിങ്ങളെല്ലാവരും ഞാനായിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നല്ല, ഞങ്ങളുടെ തിരുമേനിമാർ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും ഞാനായിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ആലോചിക്കുക. അന്നേരം വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? വീട്ടിൽ അപ്പനോട് അമ്മയോട് എങ്ങനെ പെരുമാറും? അല്ലെങ്കിൽ മക്കളോട് എങ്ങനെ പെരുമാറും? അല്ലെങ്കിൽ അയൽവക്കാരോട് എങ്ങനെയാണ്? അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഈ സ്ഥാനമൊക്കെ കിട്ടി വലിയ ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുകയാണ്, എന്തായിരിക്കും അവസ്ഥ? എനിക്ക് പ്രിയപ്പെട്ട ഒരു കൊച്ചൻ, ഞാൻ മതമായി കയറ്റതാണ്, വളരെ ഇഷ്ടമുള്ളൊരു കൊച്ചനായിരുന്നു. അവന് ജോലിയൊക്കെ പ്രതാപമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം വീട്ടിൽ നടപ്പിൽ വരുത്തി. എന്താ വീട്ടിൽ നടത്തിപ്പോരെന്ന് അറിയാമോ? ഭാര്യയോട് പറയും, ചേട്ടായി ഇറങ്ങാൻ പോയി. ചേട്ടായി എന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ നൈത്തൊക്കെ പറയുന്നത്, വടക്ക് ചേട്ടായി. അപ്പം ചേട്ടായി ജോലിക്ക് പോവുകയാണ്. അപ്പം അപ്പനും അമ്മയും മടക്കം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഇപ്പം പോകുമ്പോൾ ഈ നമ്മുടെ പോലീസ് സ്റ്റേഷൻ, നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ SP കയറി വരുവാണെങ്കിൽ മറ്റ് പോലീസുകാരെല്ലാം അറ്റൻഷനായിട്ട് നിൽക്കും പോലീസ് സ്റ്റേഷനിലോട്ട് കയറി വരുമ്പോൾ. എന്ന് പറഞ്ഞതുപോലെ ഇവൻ കയറി വരുമ്പം വരണം. അങ്ങനത്തെ ചില മക്കളൊക്കെ ഇല്ലേ? കാണും. അങ്ങനത്തെ ചില അപ്പന്മാരൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ചില ഭർത്താക്കന്മാർ കാണും. ഭാര്യമാരും മോശമൊന്നുമല്ല. അപ്പം നിങ്ങൾക്കാണ് ഈ പ്രഥമ സ്ഥാനം കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? കർത്താവ് കാണിച്ചത് എന്താണ്? കഴുതയുടെ പുറത്ത് കയറി
രാജാതിരാജാവ് എഴുന്നള്ളി തൻ്റെ സിംഹാസനം കുരിശാണെന്നുള്ള ഉൾബോധ്യത്തോടെ കർത്താവ് മുന്നോട്ട് പോയി. ആ പാരമ്പര്യത്തിന് അവൻ്റെ മക്കളായി ജീവിപ്പാനായിട്ട് എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അതിന് ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും യോഗ്യരാക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കിയെടുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നീതിമാന്മാരും ഹാലേലൂയ.